الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون സ്നേഹമുള്ള വിശ്വാസിനികൾ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ അടിമകളായി ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമദാനിൽ നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്കെല്ലാം അല്ലാഹു പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് അതിൻ്റെ സമാധാനം തിരിച്ചു നൽകുമാറാകട്ടെ. തൗഹീദിലായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ വിശുദ്ധമായ ഒരു മാസം നോമ്പും ധാരാളം സൽക്കർമ്മങ്ങളും നിർവഹിക്കാൻ അൽഹംദുലില്ലാ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചു. അല്ലാഹു പൂർണ്ണമായി നമ്മിൽ നിന്ന് പരിഗണിക്കുമാറാകട്ടെ. പക്ഷെ സഹോദരങ്ങളെ, നോമ്പ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിച്ച് ഒരാഴ്ച കൂടി പിന്നിട്ട് ഈ ജുമുഅയിൽ നമ്മൾ സംഗമിക്കുമ്പോൾ എന്താണ് നോമ്പിന് ശേഷമുള്ള നമ്മുടെ അവസ്ഥ? വിശുദ്ധ റമദാനിന് ശേഷം ശവ്വാലിലേക്ക് നമ്മൾ എത്തിയപ്പോൾ നമ്മുടെ അവസ്ഥയിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി? നാം ദീർഘമായ ഒരു മാസത്തെ പരിശീലനത്തിലായിരുന്നു.
ആ പരിശീലനത്തിൽ വിജയിച്ചവരിലാണോ നമ്മളുള്ളത്? അതല്ല പരിശീലന കാലം കഴിഞ്ഞ് പ്രായോഗിക കാലത്തേക്ക് പ്രവേശിച്ചപ്പോൾ പരാജയപ്പെട്ടവരിലാണോ ഞാനും നിങ്ങളും ഇടം പിടിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കണം. നമുക്ക് ആ റമദാൻ കൊണ്ട് വിജയിച്ച നന്മ തുടരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? തിന്മകളിൽ നിന്ന് വിട പറയാൻ നമുക്ക് കഴിഞ്ഞോ? അതല്ല ആ പഴയ തിന്മകളൊക്കെ തുടരുകയും നന്മകൾ അവസാനിപ്പിക്കുകയും ചെയ്ത ആളുകളിലാണോ നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. നോമ്പിൻ്റെ ലക്ഷ്യമായി വിശുദ്ധ റമദാനിൽ ആവർത്തിച്ചു നമ്മൾ കേട്ടത് ലഅല്ലക്കും തത്തഖൂൻ എന്നായിരുന്നു. തഖ്വയാണ് വിശുദ്ധമായ റമദാനിലെ നിർബന്ധ നോമ്പ് കൊണ്ട് അള്ളാഹു ലക്ഷ്യമാക്കുന്നത് എന്ന് നമ്മൾ ആവർത്തിച്ചു കേട്ടു. ആ തഖ്വ തുടരാൻ ഈ ശവ്വാലിലേക്ക് പ്രവേശിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എങ്ങനെയാണ് ജീവിതത്തിൽ നമുക്ക് തഖ്വ തുടരാൻ എങ്ങനെയാണ് സാധിക്കുക? മഹാനായ അലി റളിയല്ലാഹു അൻഹു എന്താണ് തഖ്വ എന്ന് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ആ പറയപ്പെട്ട കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു, അത്തഖ്വ ഹിയ, തഖ്വ എന്ന് പറഞ്ഞാൽ അത് അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. ഈ 4 കാര്യം ചേർന്നതാണ് തഖ്വ എന്നാണ്. ഒന്ന് പറഞ്ഞത് അൽ ഖൗഫു മിനൽ ജലീൽ, സർവ മഹത്വങ്ങളുടെയും ഉടമയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടാൻ നമുക്ക് സാധിക്കുക. വൽ അമലു ബിത്തൻസീൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച പ്രമാണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക. വൽ ഖനാഅതു ബിൽ ഖലീൽ, കുറച്ചുള്ളൂ എങ്കിലും അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക. വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, ഈ ജീവിതം അവസാനിപ്പിച്ച് അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കുന്ന ആ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുക എന്നാണ്. ഈ 4 കാര്യമുള്ളവനാണ് തഖ്വയുള്ളവൻ. ഈ 4ഉം നമ്മളിൽ തുടരുന്നുണ്ടോ? ഒന്ന് പറഞ്ഞത് അൽ ഖൗഫു മിനൽ ജലീൽ എന്നാണ്. എല്ലാ മഹത്വങ്ങളുടെയും ഉടമയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുക എന്നാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ റമളാനിലെ നോമ്പിനെക്കുറിച്ചും പെരുന്നാളിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞതിന് ശേഷം, നോമ്പിൻ്റെ എണ്ണം നിങ്ങൾ പൂർത്തിയാക്കിയാൽ നിങ്ങൾ തക്ബീർ ചൊല്ലണം, അത് അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് തന്നതിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആ നോമ്പിൻ്റെ മറ്റു തലങ്ങൾ വിശദീകരിക്കുന്നതിന് ഇടയിൽ അള്ളാഹു പറഞ്ഞ ഒരായത്താണ് സൂറത്തുൽ ബഖറയിലെ 186 വചനം. ആ വചനം നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകേണ്ടതും വലിയ പേടി ഉണ്ടാക്കേണ്ടതുമായ ആയത്താണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. റസൂലേ, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഫഇന്നി ഖരീബ്, ഞാൻ അവരോട് സമീപസ്ഥനാണ്, ഏറ്റവും അടുത്തുള്ളവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ എന്നോട് തേടിയാൽ, വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവന് ഞാൻ ഉത്തരം കൊടുക്കും. ഫല്യസ്തജീബു ലി, അതുകൊണ്ട് തന്നെ അവർ എനിക്ക് ഉത്തരം നൽകട്ടെ. വൽയുമിനു ബി, അവർ എന്നിൽ വിശ്വസിക്കട്ടെ. ലഅല്ലഹും യർഷുദൂൻ, അപ്പോൾ അവർ സന്മാർഗത്തിലാകുമെന്ന്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞത്? അല്ലാഹു നമ്മുടെ സമീപസ്ഥനാണ് എന്നാണ്. ഫഇന്നി ഖരീബ്, ഞാൻ അവരോട് ഏറ്റവും അടുത്തുള്ളവനാണ്. ഈ ഒരു പ്രയോഗം യഥാർത്ഥത്തിൽ നമ്മളെ പ്രതീക്ഷയുണ്ടാക്കുന്നതും പേടിപ്പിക്കുന്നതുമാണ്. ഈ പ്രയോഗം ഒന്ന്, നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ റബ്ബ് നമ്മുടെ അടുത്താണ്, സമീപസ്ഥനാണ്. അതുകൊണ്ട് ഒരു പേടിയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയം വേണ്ട. കാരണം എൻ്റെ എന്ത് പ്രശ്നവും തീർക്കാൻ ഞാനൊന്ന് വിളിച്ച് ചോദിച്ചാൽ കേൾക്കാൻ എൻ്റെ അടുത്ത് എൻ്റെ റബ്ബുണ്ട്. എന്നാൽ രണ്ടാമത്തത്, ആ പ്രയോഗം തന്നെ സഹോദരങ്ങളെ നമ്മൾ പേടിപ്പിക്കേണ്ടത് എന്താണ്? റമളാൻ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പഴയ തിന്മകളിലേക്കും തെറ്റുകളിലേക്കും ഒക്കെ പോയി പടച്ചോനെ പേടിക്കാത്ത ഒരു ജീവിത സാഹചര്യവും അവസ്ഥയുമാണ് നമുക്കുള്ളതെങ്കിൽ അള്ളാഹ് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് ആ അള്ളാഹ് കാണാതെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം. തേടിയാൽ പടച്ചവൻ ഉത്തരം തരാന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹ് പറഞ്ഞത് അവരെനിക്കും ഉത്തരം തരട്ടെ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ ജീവിക്കാൻ പറഞ്ഞോ അങ്ങനെ വിശ്വാസിയായി അവരുടെ ജീവിതത്തെ കൊണ്ടുപോകട്ടെ എന്ന്. സഹോദരങ്ങളെ, റമളാൻ കഴിഞ്ഞ്
നിങ്ങൾ അള്ളാഹു തന്ന ഈ ഹിദായത്തിന് നന്ദി കാണിച്ച് തക്ബീർ ചൊല്ലി നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കണമെന്ന് പറഞ്ഞ ആയത്തിൻ്റെ അടുത്ത ആയത്തിൽ തന്നെ മനുഷ്യരെ ഞാൻ നിങ്ങളുടെ അടുത്തുണ്ട് എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ അവനോട് മാത്രം പ്രാർത്ഥിച്ചും അവൻ പറഞ്ഞ രൂപത്തിൽ ജീവിച്ചും അവനെ ഭയപ്പെട്ടും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത് പറഞ്ഞത് വൽ അമലു ബിത്തൻസീൽ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവതരിപ്പിച്ചു തന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുക്കണം, പ്രമാണമനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യണം. അതായിരുന്നു റമദാനിൽ നമ്മൾ ചെയ്തത്. നമുക്ക് നോമ്പുണ്ടായിരുന്നു, ഖുർആൻ പാരായണം ഉണ്ടായിരുന്നു, രാത്രി നിസ്കാരം ഉണ്ടായിരുന്നു, സ്വതക്ക ഉണ്ടായിരുന്നു, സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ പടച്ച റബ്ബ് പറഞ്ഞ പോലെ ചെയ്യാൻ, അത് നമുക്ക് തുടരാൻ നമുക്ക് സാധിക്കണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ റുക്കഊ വസ്ജുദൂ വഅബ്ദൂ റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, നിങ്ങൾ റുക്കൂഉം സുജൂദും ചെയ്ത് നിസ്കരിക്കുക, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുക, ധാരാളം നന്മകൾ ചെയ്യുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാനാകുന്ന. അപ്പോൾ ആ നിസ്കാരം അത് ജമാഅത്തായി തുടരാനും നന്മകളിൽ സജീവമാകാനും അള്ളാഹ്ക്ക് മാത്രം ഇബാദത്തെടുത്ത് ശിർക്കടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും അള്ളാഹു ഖുർആനിലൂടെ അതിൻ്റെ വിശദീകരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അധ്യാപനത്തിലൂടെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ കൊണ്ട് റമളാനിന് ശേഷവും നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോഴാണ് നമ്മൾ തഖ്വയുള്ളവരാകുന്നത്. മൂന്നാമത്തെ കാര്യം വൽ ഖനാഅത്തു ബിൽ ഖലീൽ, കുറച്ചേ പടച്ചോൻ തന്നതുള്ളെങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. നമ്മൾ റമളാനിൻ്റെ ക്ലാസ്സിൽ വെള്ളിയാഴ്ചകളിലെ വിജ്ഞാന സദസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു ഉപദേശമായിരുന്നു വർള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. അള്ളാഹു നിനക്ക് തന്ന ഓഹരി എത്ര ചെറുതാണെങ്കിലും അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക. സഹോദരങ്ങൾ, ഇത് കുറച്ചുകൂടി അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സാമ്പത്തിക രംഗം അതിരൂക്ഷമായ പ്രതിസന്ധിയിലേക്കും വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്കും നമ്മുടെ നാട് യാത്ര തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രവാസികളിൽ സംഭവിക്കുന്ന ഓരോ പ്രശ്നവും നമ്മുടെ നാടിനെ വളരെ പ്രയാസകരമായ അവസ്ഥയിൽ ബാധിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഉള്ളവരും ഇല്ലാത്തവരുമൊക്കെ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. നോക്കൂ, നിങ്ങൾ പലിശയുടെ കാര്യത്തിലൊന്നും ആർക്കൊരു പേടിയില്ലാത്തൊരവസ്ഥയിലാണ് പോണത്. മിണ്ടിയ ലോൺ എടുക്കുക, എന്ത് പ്രയാസം വന്നാലും ബാങ്കിലേക്ക് ഓടുക. ഉള്ളതിൽ തൃപ്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപദേശം വൽ ഖനാഅത്തു ബിൽ ഖലീൽ, കുറച്ചുള്ളെങ്കിലും അതുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും പഠിക്കണം. ഉള്ളവരും ശ്രദ്ധിക്കേണ്ടതാണ് വലാ തുബദ്ദിർ തബ്ദീറ, ഒരിക്കലും നമ്മൾ ദൂർത്ത് കാണിക്കരുത്. അതേപോലെ തന്നെ വിശ്വാസികളുടെ കാര്യത്തിൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള അടിമകളുടെ സ്വഭാവം പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. അവരൊരിക്കലും ദൂർത്ത് കാണിക്കൂല, അവരൊരിക്കലും പിശുക്ക് കാണിക്കൂല. പിശുക്കും ദൂർത്തുമില്ലാതെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. കുറച്ചുള്ളൂ എങ്കിലും അതിൽ തൃപ്തിപ്പെട്ട് നമ്മൾ ജീവിക്കണം. നാലാമത് പറഞ്ഞത് റഹീൽ. സഹോദരങ്ങളെ, നമ്മൾ നോമ്പെടുത്തതും നിസ്കരിച്ചതും ഖുർആൻ ഓതിയതും സ്വതക്ക കൊടുത്തതും ഒക്കെ ഇവിടെ എന്തെങ്കിലും കിട്ടാനല്ല, മരണപ്പെട്ട അതിൻ്റെ അപ്പുറത്തുള്ള ലോകത്ത് നമുക്ക് കിട്ടാനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഉപദേശമാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹിജ്ർ അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ 99-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത് വഅബ്ദു റബ്ബക് ഹത്താ യഅതിയകൽ യഖീൻ. മരണം വരുന്നത് വരെ നീ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണം. ഈ 4 ഉപദേശം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ റമളാൻ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. സ്വന്തത്തിൻ്റെ കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി. റമളാൻ കഴിഞ്ഞിട്ട് എത്ര ജമാഅത്ത് നമുക്ക് നഷ്ടമായി? റമളാൻ കഴിഞ്ഞിട്ട് എത്ര രാത്രി നമ്മൾ അള്ളാഹിൻ്റെ മുന്നിൽ തഹജ്ജുദ് നിസ്കരിച്ചു? റമളാൻ കഴിഞ്ഞിട്ട് എത്ര പേജ് നമ്മൾ ഖുർആൻ ഓതി? റമളാൻ കഴിഞ്ഞ് പിന്നീട് സുന്നത്ത് നോമ്പിലേക്കാണ് നമ്മൾ പ്രവേശിച്ചത്. ഷവ്വാലിൽ 6 നോമ്പിൽ എത്ര നോമ്പെടുത്ത് പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞു? സുന്നത്ത് നിസ്കാരങ്ങളുണ്ടോ? രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട അദ്കാറുകളിൽ നമുക്ക് ശ്രദ്ധയുണ്ടായോ? റമളാനിന് ശേഷം നമ്മൾ പരിശോധിക്കണം. പെരുന്നാളിൻ്റെ ഖുതുബയിൽ ഓർമ്മപ്പെടുത്തിയ മുൻഗാമികളുടെ ഒരു സാരോപദേശമായിരുന്നു മിൻ അലാമാതി ഖബൂലിൽ ഹസന അൽ ഹസനതു ബഅദഹ.
ചെയ്ത നന്മകൾ അള്ളാഹു സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമായി മുൻഗാമികൾ പഠിപ്പിച്ചത് വൽ ഹസനത്തു ബഅദഹാ, ആ നന്മക്ക് ശേഷവും നന്മ തുടരാൻ അവർക്ക് കഴിയുമെന്നാണ്. നമ്മൾ റമദാനിലെ നന്മകൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ റമദാനിൽ ചെയ്ത നന്മകളൊക്കെയും ശേഷവും നമുക്ക് തുടരാൻ സാധിക്കണം സഹോദരങ്ങൾ. അതുകൊണ്ട് തഖ്വ ജീവിതാന്ത്യം വരെ ഉണ്ടാകണം. തഖ്വ ഉണ്ടാകണമെങ്കിൽ അള്ളാഹിനെ പേടിച്ചും അള്ള പറഞ്ഞ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചും അള്ള തന്നത് കുറച്ചുള്ളൂ എങ്കിലും അതിൽ തൃപ്തിപ്പെട്ട് ജീവിച്ചും മരണത്തിന് ശേഷം പടച്ചവൻ്റെ അടുത്തേക്ക് ഒരു യാത്രയുണ്ട് എന്ന് മനസ്സിലാക്കി അതിനൊരുങ്ങി തയ്യാറായി നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കണം. നന്മകൾ കൊണ്ട് സജീവമായി വിശ്വാസം ശരിയാക്കി ദൂർത്തില്ലാതെ പിശുക്കില്ലാതെ ജീവിതത്തെ ക്രമീകരിച്ച് മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് സൽക്കർമ്മങ്ങൾ ഒരുക്കി വെക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. റമദാനിൽ നമ്മൾ ചെയ്ത നന്മകൾ തുടരുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ അറിവ് തന്നെ രണ്ട് തരത്തിലുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച വിഷയമാണ്. H2O എന്നാണ് വെള്ളത്തിന് ശാസ്ത്രീയമായി പറയുക. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നുണ്ടാകുന്നതാണ് വെള്ളം. ഇതൊരറിവാണ്. പക്ഷേ ഇതിനേക്കാളും വലിയ ഒരു അറിവാണ് ദാഹിച്ചു വരുന്ന ഒരാൾക്ക് ഞാൻ ആ വെള്ളം കൊടുക്കുമ്പോൾ പരലോകത്തെനിക്കതിന് കൂലി കിട്ടുമെന്ന അറിവ്. ഈ രണ്ടാമത് പറഞ്ഞ ധാർമ്മികമായ അറിവില്ലാത്ത ഒരാൾ ഒന്നാമത്തെ അറിവ് നേടിയത് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഭൗതികമായ അറിവ് നേടുന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ ശക്തമായി ധാർമ്മികമായ അറിവ് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മൾ വെക്കേഷനിലേക്ക് പോകുമ്പോൾ ഈ വെക്കേഷൻ സമയം നമുക്കറിയാം, നമ്മുടെ മദ്രസയുടെ അഡ്മിഷൻ നടക്കുന്ന സമയമാണ്. വിശുദ്ധമായ ദീനിൻ്റെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കുള്ള വഴിയെ മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മളോട് മക്കൾ നിർവഹിക്കേണ്ട ബാധ്യതകളെ എല്ലാം കൃത്യമായി പഠിക്കാൻ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ധാർമ്മികമായ അറിവ് ലഭിക്കുന്ന മദ്രസ, അതിൽ അഡ്മിഷൻ എടുക്കാൻ പ്രത്യേകം നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ദാറുൽ ഫുർഖാൻ, എത്രയോ കുട്ടികൾ അൽഹംദുലില്ലാ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ മനഃപ്പാഠമാക്കിയവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ ദാറുൽ ഫുർഖാനിൻ്റെ അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ഖുർആനിൻ്റെയൊക്കെ അഡ്മിഷൻ നടക്കുന്ന സമയമാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുട്ടികളുടെ വെക്കേഷൻ സമയത്തുള്ള വെക്കേഷൻ ക്യാമ്പുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ നമ്മുടെ കുട്ടികളിൽ ധാർമ്മികമായ അറിവുണ്ടാക്കാൻ കൂടി ഈ ഒരു സമയം നമ്മൾ ശ്രദ്ധിക്കണം. ആ നിലക്ക് അള്ളാഹു എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്കൊക്കെ അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എവിടെയെങ്കിലും നമുക്ക് വീഴ്ചകളോ അബദ്ധങ്ങളോ പോരായ്മകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്കത് പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്, അറബ് നാടുകൾക്ക്, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഭൂമികൾക്ക് അള്ളാഹു അതിൻ്റെ സമാധാനം തിരിച്ചു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.